الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ആഗമനോദ്ദേശ്യം അവർ ജനങ്ങൾക്ക് ഒരു റോൾ മോഡലായി, മാതൃകയായി ജീവിച്ച് കാണിക്കുക എന്നതാണ്. ആ ജീവിത രീതിയാണ് മനുഷ്യരായ നാം എല്ലാവരും പിൻപറ്റേണ്ടത്. പ്രവാചകന്മാരെ നിയമിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹും യഖ്തദി പ്രവാചകന്മാരുടെ 25ഓളം പ്രവാചകന്മാരെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 18 പ്രവാചകന്മാരെ പറഞ്ഞത് സൂറത്തുൽ അൻആമിലാണ്, ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹ് പറഞ്ഞത് ഉലൈകല്ലദീന ഹദല്ലാഹ്, അവരെയൊക്കെ അള്ളാഹു നല്ല വഴിയിൽ നടത്തിയിട്ടുണ്ട്, ഹിദായത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി എന്ത് ചെയ്യണം? ഫബിഹുദാഹും യുഖ്തദി, ആ ഹുദ നിങ്ങളും പിന്തുടരണം എന്നാണ്. അപ്പൊ മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയും ഇസ്ലാം അതിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണ് എന്നാണ് പല ആളുകളുടെയും വിചാരമൊക്കെ. എപ്പോഴും അങ്ങനെയാണ്, തെറ്റിദ്ധാരണയാണ്. അള്ളാന്റെ മതമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹു പ്രഖ്യാപിച്ച ദീന, മുഹമ്മദ് നബിയുടെ ദീനല്ല. മുഹമ്മദ് നബിയോട് പറയുന്നത് പൂർവകാല പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കണം എന്നാണ്. നമ്മോട് പറയുന്നത് മുഹമ്മദ് നബിയെ മാതൃകയാക്കണം, അതായത് മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മാർഗം, അത് യഥാർത്ഥത്തിൽ പൂർവ്വപ്രവാചകന്മാരുടെ മാർഗമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം, വത്തബിഉ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മാർഗം കൃത്യമായി പിൻപറ്റണം. ആ മാർഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പിൻപറ്റുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹു പറയാം, നിങ്ങൾക്ക് അള്ളാന്റെ പ്രവാചകനില് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്, ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അന്ത്യനാളും അള്ളാഹുവിനെയും ആഗ്രഹിക്കുന്നവൻ.
അപ്പൊ മുഹമ്മദ് നബിയിൽ മാതൃക കണ്ടെത്താത്തവന്റെ വിശ്വാസത്തിൽ അപാകതയുണ്ട് എന്നർത്ഥം. മുഹമ്മദ് നബിയെ മാതൃകയാക്കി ജീവിക്കുകയും വേണം എന്നർത്ഥം. അത് കൃത്യമായി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഫി ഹാലിഹി വഫി ആലിഹി വമഖാലിഹി. പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് മാതൃകയാണ്, അത് പിൻപറ്റി നമ്മൾ ജീവിക്കണം. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയാണ്, അത് പിൻപറ്റി ജീവിക്കണം. പ്രവാചകന്റെ ഓരോ അവസ്ഥകളിലും അംഗീകാരങ്ങളിലും പെട്ട കാര്യങ്ങൾ നമുക്ക് മാതൃകയാണ്, അതനുസരിച്ച് ജീവിക്കണം വേണം. യഥാർത്ഥത്തിൽ ഈ ഒരു ഇത്തിബാ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അമല് സ്വീകരിക്കാൻ അത് ഇത്തിബാ ആയിരിക്കാം, പ്രവാചകൻ പറഞ്ഞ പോലെ ആയിരിക്കാം. നിസ്കാരം നമുക്കിഷ്ടമുള്ള പോലെ നിസ്കരിച്ചാൽ പോരാ, പ്രവാചകൻ എങ്ങനെയാണോ നിസ്കരിച്ച് കാണിച്ചു തന്നത് അങ്ങനെ നിസ്കരിക്കണം. പ്രവാചകൻ എങ്ങനെയാണോ നമുക്ക് വസ്ത്രധാരണത്തില്, ഭക്ഷണ രീതിയില്, സ്വഭാവത്തില്, പെരുമാറ്റത്തില്, മറ്റുള്ളവരോടുള്ള സംബോധനത്തില് ഒക്കെ പ്രവാചകന്റെ ഒരു മാതൃകയുണ്ട്. ആ ഒരു മോഡൽ അത് പിൻപറ്റിക്കൊണ്ടായിരിക്കണം ജീവിക്കണമെന്നാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ്. ഒരു മനുഷ്യൻ പ്രവാചകചര്യ പിൻപറ്റുന്നത് ആ മനുഷ്യന് അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നതിന് തെളിവാണ്. അത് അള്ളാഹ് പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബി നിങ്ങൾ പറയാ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം, എന്നെ പിൻപറ്റണം. അപ്പൊ നബിയെ പിൻപറ്റണം അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന. അപ്പൊ സുന്നത്ത് അനുസരിച്ച്, പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാവും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്നതാണ്. അപ്പൊ എല്ലാ വിഷയത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ അതിനെ ഒരു മാതൃകയാക്കി സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിത രീതി. അതിനപ്പുറം കൊണ്ടുവരുന്നതൊക്കെ അപകടത്തിലേക്കാണ്. കാരണം അത് പരലോക വിശ്വാസത്തിന്റെ ന്യൂനതയാണ് സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ന്യൂനതയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ചു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലൊക്കെ സഹാബത്ത് കൃത്യമായി പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അനുഗമിക്കാനും പിൻപറ്റാനും വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിത രീതി ഇത് പറഞ്ഞാൽ പലപ്പോഴും നമ്മില് സംഭവിച്ച ഒരു സ്വാധീനമുണ്ട്, മദ്ഹബിന്റെ ഇമാമുകളുടെ സ്വാധീനം. അവരൊക്കെ നല്ല ആളുകളാണ്, അവർ താബിഈങ്ങളാണ്, അവരൊക്കെ നമ്മുടെ വഴികാട്ടിയാണ്. പക്ഷെ അവർ അവരുടേതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ഇസ്തിലാഹിയാത്തുകൾ, ചില സാങ്കേതിക പദങ്ങൾ ഉണ്ടാക്കി. വാജിബ്, സുന്നത്ത്, ജായിസ്, മന്ദൂബ്, ഹലാല്, ഹറാം തുടങ്ങിയ കുറെ കാര്യങ്ങള് അവരുടെ കർമ്മശാസ്ത്രപരമായ ശാഖകൾ രൂപവൽക്കരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം. അത് പലതിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഷാഫിഈ മദ്ഹബിൽ ഷാഫിഈ ഇമാം ഒരു കാര്യം വാജിബാണ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാകൂല അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാജിബ് എന്ന് പറഞ്ഞാൽ. ഷാഫിഈ ഇമാം ഉദ്ദേശിച്ച ഫർളാകൂല ഇമാം അബു ഹനീഫ ഉദ്ദേശിച്ച ഫർള്, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇമാം മാലിക് പറഞ്ഞ ഫർള്. ചിലത് സുന്നത്താണ്. ഷാഫിഈ മദ്ഹബിൽ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു പോന്നിട്ടുണ്ട്, ഫർള് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും ഫർള്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും സുന്നത്ത്. അത് അതിന് അവരൊരു ഡെഫിനറ്റ് ആയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്, അവരുടെ ശാസ്ത്രശാഖക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ആവൂല ഇത് മാലികി മദ്ഹബില്, അല്ലെങ്കിൽ ഹനഫി മദ്ഹബിൽ, അല്ലെങ്കിൽ ഹംബലി മദ്ഹബില്. അവരുടെ ശാസ്ത്രശാഖക്ക് വേണ്ടിയിട്ട് ആ കർമ്മശാസ്ത്രം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾക്ക് അവർ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മളതുകൊണ്ട് ചില കാര്യം എന്ത് മനസ്സിലാക്കിയെന്നറിയോ? ചില കാര്യം പറയുമ്പോ അത് ഒരു സുന്നത്തല്ലേ,
കുഴപ്പമില്ല. മറ്റേത് അത് വാജിബാണ്. കുറച്ചു മുമ്പ് ഒരാളിനോട് ചോദിച്ചു, ജുമാക്കോക്ക് വാജിബൊന്നും അല്ലല്ലോ എന്ന് വെച്ചു. നമ്മൾ മനുഷ്യനാണ്, നല്ല കാര്യപ്പെട്ട ഒരാളാണ്, രാഷ്ട്രീയ നേതാവാണ്, അത്രയും വിവരമുള്ളൂ. ഇവർക്ക് വാജിബ് സുന്നത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ജുമാക്കൊക്കെ ഇപ്പൊ വാജിബൊന്നും ഇല്ലല്ലോ, വെള്ളിയാഴ്ച കൊടുക്കുക പോകാൻ നേരം പോകണം, അത്രയൊന്നും ഇല്ലാന്ന് അതിനെ പറ്റി അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ എന്നർത്ഥം. അവിടെ അത് ഒരു സുന്നത്തല്ലേ, അപ്പോ ആ പ്രശ്നമല്ലോ. അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചിലർ സുന്നത്ത് കല്യാണം വരെ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. സുന്നത്ത് അത് ഇബ്രാഹിം നബിന്റെ സുന്നത്താണ്. സുന്നത്ത് മാർഗം കഴിക്കാറാണ്, അത് സുന്നത്തല്ലേ എന്നുള്ളതല്ല. ചെയ്താ കൂലി, ഉപേക്ഷിച്ച ശിക്ഷല്ല, അങ്ങനെയല്ല. അല്ല സുന്നത്ത് വേറുണ്ട്. സുന്നത്തുള്ള ഖുറാനിൽ കാണാം, സുന്നത്തുള്ള എന്നൊക്കെ കാണാം ഖുറാനില്. അത് പടച്ചോന്റെ ചില നടപടിക്രമങ്ങളാണ്. യഥാർത്ഥ സുന്നത്തുർ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളുമാണ്. അതിനെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവരായിരുന്നു സഹാബത്ത്. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, മൻ സല്ല ഫിൽ യൗമി 12 റക്അ, ഒരു ദിവസം ഒരാള് 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് പണിത് കൊടുക്കുന്ന. 12 റക്അത്ത് നിസ്കരിച്ചാൽ, ആകെക്കൂടി കുറഞ്ഞ സമയം നിസ്കാരത്തിന് വരുന്നുള്ളൂ. 24 മണിക്കൂറിന് മിനിറ്റുകളാക്കിയിട്ട് ആകെക്കൂടി ഫർദ് നിസ്കാരത്തിനും സുന്നസ്കാരത്തിനും വരുന്ന സമയം ഒന്ന് കണക്കൂട്ടിയാൽ തന്നെ കുറഞ്ഞ മിനിറ്റുകളേ ഉള്ളൂ ഒരു ദിവസം ആകെ ചെലവാക്കേണ്ടത്. എന്റെ പല സമയമല്ല. അപ്പൊ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നതിനാ പറഞ്ഞത്. സുന്നത്ത് നിസ്കാരം റവാത്തിബ് സുന്നത്ത് എന്ന് അതിന് പറയാം. അല്ല, സുന്നത്ത് നിസ്കാരത്തെ സിമ്പിളായിട്ട് കാണല്ല, ലളിതമായി കാണല്ല. അപ്പൊ 12 റക്അത്ത് നിർബന്ധ അല്ലെങ്കിൽ കൂടുതൽ പ്രതിഫലമുള്ള 12 റക്അത്താ പറഞ്ഞത്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, പിന്നെ മഗ്രിബിന്റെ ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, അങ്ങനെ 12 റക്അത്ത്. ഇത് ആരെങ്കിലും നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടുന്ന. അപ്പൊ നമ്മളൊക്കെയാണ് ഇപ്പൊ എന്താ, അത് സുന്നത്തല്ലേ, ഫർള് കഴിച്ചിലായി കിട്ടിയല്ലോ, ഇത് സുന്നത്തല്ലേ, അതിന്റെ പ്രശ്നമല്ല, ചെയ്താ കൂലി, ഉപേക്ഷിച്ച പ്രശ്നമൊന്നുമില്ല, അങ്ങനെയല്ല. അപ്പൊ ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നബിയിൽ നിന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പൊ ഉമ്മു ഹബീബ പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമിഅതുഹു അൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹ് ഇത് പറയുന്നത് കേട്ടതിന്റെ ശേഷം ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു ഹബീബയിൽ നിന്ന് റാവി അംബസ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമിഅതുഹാ മിൻ ഉമ്മി ഹബീബ, ഉമ്മു ഹബീബ എന്ന് കേട്ടതിന്റെ ശേഷം ഞാൻ ഒരിക്കലും ഇത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അംബസയിൽ നിന്ന് അംറു ഇബ്നു ഔസ് എന്ന് പറയുന്ന സഹാബിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പറയാ, അംബസയിൽ നിന്ന് ഞാൻ ഇത് കേട്ടതിന്റെ ശേഷം ഞാൻ ഇതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അതൊരു ജീവിതത്തിൽ പ്രവാചകനെ പിൻപറ്റുന്ന ഒരു മാതൃകയായി കാണിച്ചു തന്നു എന്നാണ്. കുറെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. അവര് പിന്നെ അത് ഒഴിവാക്കൂല, അതൊരു ചിട്ടയായി അവർ കൊണ്ടു നടക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാം, ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. വല്യപ്പാട് എപ്പാട് വന്ന് വിവരം പറഞ്ഞു, അമ്മോശം കാക്ക നബി തങ്ങള് പ്രശ്നം തീർക്കാൻ പോയി, അവരെ നടുവിൽ അവിടെ ഇരുന്നു എന്നാണ്. പ്രശ്നമൊക്കെ പെട്ടെന്ന്, അത് വാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ ബാധ്യതയാണ്. ഒരു പ്രശ്നം മക്കൾക്ക് നേരിട്ട് അങ്ങനെ കാത്തുകെട്ടി ആരെങ്കിലും അറിയോ മോശമാകുമോ, അങ്ങനെയാണ് പല പ്രശ്നവും വഷളാകണത്. പെട്ടെന്ന് പരിഹാരത്തിന് ഇറങ്ങണം എന്നാണ്. പെട്ടെന്ന് പോയി അവസാനം പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്, ഈ ആവശ്യമില്ലാതെ ഈ ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി ദുനിയാവായിട്ടിരിക്കണ്ട. ഉറങ്ങാൻ നേരത്ത് ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് കടന്നാ മതി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അലി റളിയല്ലാഹു അൻഹു ഈ സംഭവം നമുക്ക് പറഞ്ഞു തരാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇത് മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെ അത് ഒഴിവാക്കിയിട്ടില്ല. ജീവിതകാലത്തിൽ പിന്നെ അത് ഒഴിവാക്കണില്ല. നമുക്ക് ഒഴിവാക്കാൻ, നമുക്ക് നടപ്പിലാക്കാൻ എന്താ പ്രയാസം? ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, 100 തികയും. ഇങ്ങനെ ഒരു കാര്യം കേട്ടാൽ
അത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ അത് പ്രവാചകന്റെ ഒരു സുന്നത്താണ്, നല്ല കാര്യമാണ് എന്ന് വിചാരിച്ച് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കാറില്ല. നമ്മളൊക്കെ ആണെങ്കിലോ കാര്യങ്ങൾ കേട്ട മനസ്സിലാക്കുന്നിടത്തല്ല പ്രശ്നം, നടപ്പിലാക്കുന്നിടത്ത് നമുക്ക് പലപ്പോഴും മാന്താം. നമ്മൾ പറയാ നല്ലൊരു പ്രസംഗമായിരുന്നു, നല്ലൊരു വഴലായിരുന്നു, നമ്മുടെ മറ്റേ മഹമ്മദാക്കുണ്ടല്ലോ മൂപ്പരൊന്നും വന്നത് കേൾക്കേണ്ടതായിരുന്നു, ഇനി അതിന്റെ കേസറ്റ് ഇട്ടോ, ഇതൊക്കെ ചോദിക്കാന്നല്ലാതെ ജീവിതത്തിലേക്ക് ഇത് എത്രത്തോളം കൊണ്ടുവരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് സഹാബികളുടെ ഇത്തരം നിലപാടുകൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണാൻ, അദ്ദേഹത്തെ രണ്ടാൾ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നരകം കാണിച്ചു കൊടുത്ത് ആകെ പേടിച്ച് ബേജാറായി അവിടുന്ന് അഭയമൊക്കെ തേടി അഊദു ബില്ലാഹി മിനന്നാർ എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. നബിക്കൊരു പതിവുണ്ട്, എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞാല് നബി ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും, ചോദിക്കും നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ സ്വപ്നം കണ്ടവരൊക്കെ പറയും, അതിന്റെ വ്യാഖ്യാനം നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. നബിക്കറിയാം വഹയിലൂടെയാണ്. അങ്ങനെ ഇത് നബിയോട് പറയാൻ മടിയായപ്പോ സഹോദരി ഹഫ്സ ബിയോട് പറഞ്ഞു. അപ്പൊ നബി എന്ത് ചെയ്യും, ഭാര്യ നബിയുടെ ഭാര്യയാണല്ലോ, നബിനോട് വന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അങ്ങനെ അബ്ദുള്ള പറയേണ്ട ഒരു സ്വപ്നം കണ്ട വിവരം. അപ്പൊ നബി പറഞ്ഞു നിഅമ റജുലു അബ്ദുള്ള, അബ്ദുള്ള എത്ര നല്ലൊരു മനുഷ്യനാ, ലൗ കാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രി നിസ്കാരം തുടങ്ങിയിരുന്നുവെങ്കിൽ, തഹജ്ജുദ് അല്ലെങ്കിൽ വിത്ർ. അപ്പൊ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാന്ന് പറഞ്ഞു എന്നാണ്. ആ വിവരം അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമയതുഹാ മിൻ റസൂലില്ലാഹ്, റസൂലുള്ള എന്നെ പറ്റി അത് പറഞ്ഞതിന്റെ ശേഷം ഒരു ദിവസം പോലും പിന്നീട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല. നമുക്കൊക്കെ എത്ര ആൾക്ക് എന്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഞാൻ അതിന്റെ ശേഷം ഇത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും? ആലോചിച്ച് നോക്കൂ. അതായിരുന്നു അവരുടെയൊക്കെ മാതൃക. പല കാര്യങ്ങളും റസൂലുള്ളാന്റെ താല്പര്യത്തിന് വേണ്ടി അവർ സ്വയം നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയും. അനസ് റളിയല്ലാഹു ഹദീസിൽ വന്നിട്ടുണ്ട്, നബിന്റെ ഖാദിമായിരുന്നു, 10 കൊല്ലം നബിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോലിയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്തിനാ ചെയ്തത് നബിനോട് ചോദിച്ചിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനെ ചെയ്യാഞ്ഞെന്ന് ചോദിച്ചിട്ടില്ല. അദ്ദേഹം പറയാം, ഞാൻ നബിന്റെ കൂടെ ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോ ഭക്ഷണത്തിന് കൂട്ടാൻ ചെരങ്ങയാണ്, ഖർഅ എന്ന് പറയും, ദിബ്ബ എന്നും പറയാം അറബിയിൽ, ചെരങ്ങ. നബി തങ്ങള് കറിയിൽ നിന്ന് ചെരങ്ങന്റെ കഷ്ണം, ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ, അതേ ഉള്ളൂ. നമ്മളൊക്കെ കറി കൊടുന്ന് വെച്ചാൽ മീനൊക്കെ ഉണ്ടോ പരിശോധിക്കൂല, കയ്യിലോണ്ടങ്ങനെ ഒന്നും മുക്കൂല. അങ്ങനെ നബി തങ്ങൾ ഈ അതിൽ നിന്നിങ്ങനെ ചെരങ്ങയുടെ കഷ്ണം പെറുക്കിയെടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടു എന്നാണ് അനസുല്ലാൻ പറയാം. എന്നിട്ട് അനസുല്ലാൻ പറയാണ്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ചെരങ്ങ. അങ്ങനെയാണല്ലോ, ചിലർക്ക് ചിലത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ചെരങ്ങ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇത് നബിതങ്ങൾ ഇതിങ്ങനെ തെരഞ്ഞെടുത്ത് തിന്നുന്നത് കണ്ടപ്പോ എനിക്ക് അതിനോട് താല്പര്യമുണ്ടായി, പിന്നീട് എനിക്ക് ചെരങ്ങ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ പോലെ ഒരു താല്പര്യം പ്രവാചകന്റെ സുന്നത്തിനോട് അവർ കാണിച്ചിരുന്നു എന്നാണ്. കാരണം പ്രവാചകൻ അങ്ങനെയൊക്കെ ചെയ്തു, അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്, ഇന്ന കാര്യം ജനങ്ങളെ പഠിപ്പിച്ചു എന്നൊക്കെ ബോധ്യമായാൽ അതിനെ ചാണിന് ചാനായിട്ട് പിൻപറ്റുക എന്നതാണ് മാതൃക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കൊക്കെ മദീനയിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ ഹിജ്റ പോയ ഓരോ ഭാഗങ്ങളും തെരഞ്ഞെടുത്ത് ആ വഴിക്ക് പോകുന്നതാണ്. എത്രത്തോളം അറിയാം, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് മുത്തബിഉസ് സുന്ന, സുന്നത്ത് പിൻപറ്റുന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പേര്. അതിന് കാരണം നബി തങ്ങൾ എവിടെങ്കിലും വെച്ച് മൂത്രമൊഴിച്ചു എന്നറിഞ്ഞാൽ അവിടെ പോയിരുന്നൊന്ന് മൂത്രമൊഴിക്കും. അതുവരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നു. നബിയോടുള്ള ഇത്തിബാ ആണ് സൂചിപ്പിക്കുന്നത്. ഒട്ടകത്തെ എല്ലായിടത്തും കൊണ്ടുപോകും. നബിന്റെ ആ കാൽപാദങ്ങളിൽ ചിലപ്പോ എന്റെ ഒട്ടകത്തിന്റെ എന്റെ കാൽപാദങ്ങൾ പതിഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറയാണ്, ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേൾക്കാൻ, ആരെങ്കിലും മയ്യത്തിന്റെ കൂടെ പോയിട്ട് അവരുടെ ഒരു സങ്കടം, ഒരു കാര്യം പിൻപറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സങ്കടം,
ഹദീസുകൾക്കാണ്. ആരെങ്കിലും മയ്യത്തിന്റെ കൂടെ പോയിട്ട് മറവ് ചെയ്യുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ നിന്നിട്ട് മടങ്ങിപ്പോന്നാൽ അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ജബലി ഉഹദ്, ഒരു ഉഹദ് മലന്റെ അത്ര വലിപ്പമുണ്ട്. ഒരു ഖിറാത്ത് ഉഹദ് മലന്റെ അത്ര വലിപ്പമുണ്ട് എന്നാണ് നബി പഠിപ്പിച്ചു. ഉഹദ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലുതാണ്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഹദീസ് കേട്ടിട്ടില്ല. അദ്ദേഹം നിസ്കരിക്കാൻ പോകും, മയ്യത്ത് നിസ്കരിച്ചാൽ തിരിച്ചു പോരും. ഈ ഹദീസ് കേട്ടപ്പോ അദ്ദേഹത്തിനാകെ ടെൻഷനായി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി മണല് വാരി കയ്യിൽ പിടിച്ചു. അറബികളുടെ കയ്യിലുണ്ടാവും ഒരു തസ്ബീഹ് മാല. അത് തസ്ബീഹ് ചെല്ലാനല്ല, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത കൊണ്ട് അദ്ദേഹം ഈ ചെറലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു എന്നാണ്. എന്നിട്ട് വേഗം ഒരാളെ വിടുകയാണ്. ആരടുത്തേക്ക്? ആയിഷ ബീവിന്റെ അടുത്തേക്ക്. ഉമ്മ ആയിഷ ബീവിന്റെ അടുത്തേക്ക് ആളെ വിടുക. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. അങ്ങനെ പോയി അന്വേഷിച്ച് നോക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു, അതെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ വിവരം നബി തങ്ങൾക്ക് കിട്ടിയപ്പോ തന്റെ കയ്യിലുള്ള ഈ ചെരല് ഒരൊറ്റ ഏറിങ്ങട് എറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയാം. എത്ര ഖിറാത്താ നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ്. പ്രവാചകന്റെ ഒരു സുന്നത്ത് നേരത്തെ കൂട്ടി അറിയാത്തത് കൊണ്ട് എത്രയോ മയ്യത്ത് നിസ്കാരത്തിന് പോകുമ്പോ മയ്യത്ത് നിസ്കാരത്തിന് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിച്ചു പോരുകയല്ല, ഖബറിങ്ങും കൂടി പോയിട്ട് പോന്നാൽ കിട്ടുന്ന കൂലി നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ഒരു വലിയ സങ്കടം അദ്ദേഹത്തിനുണ്ടായി എന്നാണ്. അതാണ് അവരുടെ നിലപാട്. സഹാബത്തിന്റെ ഒരു നിലപാട്. ഇതൊക്കെ നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ട നിലപാടുകളാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോ കാജിമാര് മക്കത്തെത്തിക്കൊണ്ടിരിക്കും. തവാഫില് ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോയോൽക്കറിയാം. ഉംറക്കും ഹജ്ജിനും പോകുമ്പോ ആദ്യത്തെ ആ 3 തവണ തവാഫ് ചെയ്യുമ്പോ അതില് ഖുദൂമിന്റെ തവാഫില് റംല് എന്ന് പറഞ്ഞൊരു നടത്തുണ്ട്. അൽ ഇൽത്തിബാ റംല് എന്ന് പറയുന്നത്. ഇൽത്തിബാ മുണ്ടൊന്ന് വലത്ത് തോളം ഒഴിവാക്കിയിടുക. അതുപോലെ തന്നെ ഒന്ന് സ്പീഡിൽ നടക്കും. പഴയ കാലത്തൊക്കെ ഏറ്റുന്ന ഇപ്പൊ അങ്ങനത്തെ പോലെ കാണാറില്ല. ഈ തോലും കെട്ടൊക്കെ ഏറ്റി നടക്കുമ്പോ ഇങ്ങനെ ചാടി ചാടി നടക്കും. അങ്ങനെ റംല് എന്ന് പറയാം. എന്തിനാ അങ്ങനെ? അത് ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് ഉംറത്തുൽ ഖളാ പിറ്റേ ദിവസം നിർവഹിച്ച ഉംറത്തുൽ ഖളാ നിർവഹിക്കാൻ വേണ്ടി നബി തങ്ങൾ വരികയാണ്. മദീനത്ത് നിന്ന് മക്കത്തേക്ക് വരികയാണ്. അപ്പൊ മക്കത്തുള്ള ശത്രുക്കളൊക്കെ പറഞ്ഞു, പറ്റ ക്ഷണിതര. ഇന്ന് ഹജ്ജിന് പോണമായിരുന്നല്ല, ഇന്നിപ്പോ സ്വീകരിക്കാൻ ആള്, കൊണ്ടുപോകാൻ ആള്, ഇവിടുന്ന് കൊണ്ടുപോയാക്കാൻ ആള്. ഹജ്ജിന് പോണവരൊക്കെ നിന്നെടുത്താൽ മതി, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് പോരാ. അന്ന് ആ ജാതി സൗകര്യമൊന്നുമില്ല, നല്ല പ്രയാസത്തിലാണ്. അപ്പൊ ശത്രുക്കളൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാൻ തുടങ്ങി, നല്ല ക്ഷീണിതരാണ് പോരട്ടോ. നടന്ന് ഒട്ടകപ്പുറത്തൊക്കെ കയറി മദീനത്തുനിന്ന് മക്കത്തെത്തിയപ്പോ ക്ഷീണിച്ച് അവശരായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരൊക്കെ ക്ഷീണിച്ചു, കേൾപ്പില്ലാത്തവരാ, കഴിവില്ലാത്തവരൊക്കെ പറഞ്ഞപ്പോ നബി പറഞ്ഞു, നമുക്ക് നമ്മുടെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം. ശക്തി പ്രകടനം ചില സമയത്ത് ആവശ്യമാണ്. ശക്തി കാണിക്കേണ്ടിടത്ത് ശക്തി കാണിക്കണം. ശക്തി പ്രകടനം ആവശ്യം. എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കാം. നബി പറഞ്ഞു, നമുക്കൊരു കുഴപ്പമില്ല. അവർക്കൊരു ഹുമ്മ യസ്രിബ് എന്ന് പറയാം. മദീനത്തൊരു പനി വ്യാപകമായിരുന്നു. അപ്പൊ ഇവരവും കൂടിയും പറഞ്ഞു, മദീനത്ത് ആ പകർച്ചപ്പനി ഉണ്ടല്ലോ, അതും കൂടി പിടിച്ചിട്ട് പോലെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഉഷാറാവണം. എല്ലാവരും തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് ചാടി ചാടി ഇങ്ങനെ നടക്കണം, ഒന്ന് കാണട്ടെ, നമ്മളൊക്കെ നല്ല ആരോഗ്യവാന്മാരാണെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഉമർ ഖത്താബ് സദസ്സിനെ ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മളൊക്കെ അന്ന് ശത്രുക്കൾ ഇങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് അത് നബി തങ്ങൾ സുന്നത്താക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇത് വേണോ വേണ്ടേ? സഹാബത്തിനെ പഠിപ്പിക്കാൻ. അപ്പൊ അത് വേണ്ട. കാരണം ഇപ്പൊ നമുക്ക് പേടില്ല, ശത്രുക്കളെ കുറിച്ചൊന്നും പേടില്ലല്ലോ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയ ഒരു സുന്നത്ത് ഞാൻ ഒരിക്കലും ഒഴിവാക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ആ സുന്നത്ത് സ്വീകരിക്കണമെന്ന. ഇന്നും നമ്മൾ ആ സുന്നത്താണ് സ്വീകരിക്കുന്നത്. ഉംറയുടെ ക്ലാസ്സിന് പോയാൽ, ഹജ്ജിന്റെ ക്ലാസ്സിന് പോയാൽ നിങ്ങൾ കേട്ടിരിക്കും, തവാഫിന്റെ ആദ്യത്തിൽ റംല് നടത്തം എന്ന് പറയുന്ന നടത്തം വേണമെന്നാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ,
ഒരു വല്ലാത്ത പ്രസംഗം നടത്തി ഒരിക്കൽ നബി. ആരോ പറഞ്ഞു, നബി പിന്നെ അള്ളാഹു റസൂലെ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപദേശം തരണം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, നിങ്ങൾ ഇനി എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഇൻഷാ അല്ലാഹ് പിന്നൊരിക്കൽ നമുക്ക് പറയാം. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അൽ മഹ്ദിയീൻ, ഇനി വരുന്ന ഖലീഫമാർ. അല്ലു അലൈഹാ ബിന്നവാജിദ് തമസ്സകൂ ബിഹാ, അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളുടെ അണപ്പല്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പ്രവാചകൻ നടപ്പിലാക്കിയ സുന്നത്തിലില്ല എന്നതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിൽ പോയ നമുക്കറിയാം, ഹജറുൽ അസ്വദ് ഹാജിമാര് കഴിയെങ്കിൽ അത് ചുംബിക്കണം, അല്ലെങ്കിൽ അതിനെ തൊട്ടിട്ട് ആ തൊട്ട് സാധനം മുത്തണം, ഇല്ലെങ്കിൽ ഒന്ന് ആംഗ്യം കാണിക്കണം. അത് മുത്തേണ്ട ആവശ്യമില്ല, ആംഗ്യം കാണിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനെ ചുംബിക്കാൻ. ഇന്ന് പലരും പറയുന്നുണ്ട് മക്കത്ത് നടക്കുന്നത്, നമ്മുടെ യൂട്യൂബേരും അതിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ പറയാം അവിടെ നടക്കുന്നത് ബിംബാരാധനയാണ്. അല്ല, അത് യഥാർത്ഥത്തിൽ ഇത്തിബാഉ സുന്നയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരല്ല, അതാണ് ഇത്തിബാഉ സുന്ന. എന്തുകൊണ്ട് അങ്ങനെ? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, അത് നമ്മുടെ നിയമമാണ്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം. അല്ലാഹു റസൂലോ ഒരു കാര്യം പറഞ്ഞാൽ സ്വയം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെന്ത് പറയണം? അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങളത് കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. എന്തിനാണ് ഇപ്പൊ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ്, അതൊരു കല്ലാണ്, എന്തിനാണ് ഇപ്പൊ അതിനെ ചുംബിക്കണം? അതിനെ ചുംബിച്ച് എന്ത് പുണ്യം കിട്ടാനാണ്? അതൊന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. പക്ഷെ അത് ഹജ്ജിന്റെ ഒരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിയപ്പോ അതിനൊന്ന് ചുംബിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഹജറുൽ അസ്വദ് എത്തിയപ്പോ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയാം, വല്ലാഹി ഇന്നി അഅലം അന്നക ഹജർ, നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം, അല്ലാഹു തന്നെയാണ് സത്യം. ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുകയില്ല എന്നാണ്. ജനങ്ങളെ പഠിപ്പിക്കാൻ. ഇതൊരു ബിംബത്തിന്റെ പ്രതീകമല്ല, ഇതിൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല. അവിടെ ആകെ കിട്ടുന്ന പുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് ഹജ്ജ് ചെയ്തപ്പോ, ഉംറ ചെയ്തപ്പോ, ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തിയപ്പോ ഹജറുൽ അസ്വദിനെ ഒന്ന് ചുംബിച്ചു എന്ന ഇത്തിബാഉർ റസൂൽ. ചോദിക്കാൻ പാടില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹാബത്തൊക്കെ ഒരു കാര്യം കിട്ടിയാല് അത് സുന്നത്താണോ, അല്ലെങ്കിൽ അത് ഫർളാണോ, അത് വാജിബാണോ എങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല. റസൂലുള്ളാന്റെ കാര്യം അതേപോലെ പിൻപറ്റാ, കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. ഖുത്ബന്റെ ആദ്യത്തിൽ കേട്ടിട്ടുണ്ട്, വഖൈറുൽ ഹദീ ഹദിയു മുഹമ്മദ്, ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല ഹുദ, ഏറ്റവും നല്ല ചര്യ, ഖൈറുൽ ഹദി, ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല ചര്യ, അത് ഹദിയു മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ. ശർറുൽ ഏറ്റവും മോശമായ കാര്യം മുഹദസാത്തുഹാ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം പുതിയതായി ഒരു കാര്യം ഉണ്ടാക്കിയാല് എന്താ പ്രശ്നം എന്നറിയോ? ദീനാന്ന് നമ്മൾ വിചാരിക്കും. ദീനാന്ന് വിചാരിച്ചാൽ മരിച്ചു പോകുമ്പോ തൗബ പോലും കിട്ടൂലെന്ന്. കാരണം നല്ലൊരു കാര്യം ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ തൗബ ചെയ്യുമല്ലോ, അതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. നബിന്റെ അടുത്ത് വരികയാണ് മൂന്നാളുകൾ, കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചറിയാൻ. ഒന്ന് നന്നാകാൻ വേണ്ടി വന്നതാണ്. നമ്മളൊക്കെ ഉണ്ട് ഇടക്കൊന്ന് ഉഷാറാവാൻ ഒരു തോന്നലുണ്ടാവും. നന്നാകാൻ വേണ്ടി വന്നപ്പോ ആയിഷബിയോടൊക്കെ ചോദിച്ചറിഞ്ഞു, ഭാര്യമാരോടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ നബി വല്ലാതെ അമൽ ചെയ്യുന്ന ആളാണ്, നല്ല നോമ്പും നല്ല നിസ്കാരവും ഒക്കെ ഉണ്ടപ്പോ ഒരാൾ തീരുമാനിച്ചു, ഞാൻ ഇനി മേലാൽ ഉറങ്ങൂല, എന്നും രാത്രി നിസ്കാരം തന്നെ. മറ്റാ തീരുമാനിച്ചു, ഞാൻ എന്നും നോമ്പന്നെ കഴിക്കാറ്, ഒരിക്കലും എന്ത് ചെയ്യൂല, ഭക്ഷണം കഴിക്കൂല. മറ്റാ തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല, കാരണം അതൊക്കെ നമ്മുടെ ദീനിന് ബുദ്ധിമുട്ടാവും. അപ്പൊ നല്ല നിങ്ങൾ ആലോചിച്ചോക്കി, എന്തൊരു നല്ല തീരുമാനം. നമ്മളെ മൂല്യന്മാര് കേട്ട ഓൽക്കൊക്കെ അവാർഡ് കൊടുക്കും.
ഫുൾ ടൈം നിസ്കരിക്കുന്ന ആള്, ഫുൾ ടൈം നോമ്പ് വിൽക്കുന്ന ആള്, ഓക്കൊക്കെ നല്ല അവാർഡ് കൊടുത്ത് ഇങ്ങനെ ഓലൊക്കെ വലിയ ഔലിയപ്പാപ്പയാക്കി കൊണ്ടുനടക്കും. അങ്ങനെ ശരിക്കും വേണ്ടത്. പക്ഷെ നബി ഓലൊക്കെ വിളിച്ചു വരുത്തി. എന്റെ ഓല് പറഞ്ഞതാ, ഓലിങ്ങനെ തീരുമാനിച്ചിട്ടാ പോയിക്കണത്. വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു അന്തുമുല്ലദീനെ കുൽത്തും കഥാവക്കഥ, നിങ്ങളാണോ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ തീരുമാനിച്ചു പോയ ആൾക്കാർ? അതെ ഞങ്ങളാണ്, ഞങ്ങൾ നന്നായി തീരുമാനം. ഓലും വിചാരിച്ചു നല്ല സന്തോഷിക്കാരൻ. അവിടുന്ന് പറഞ്ഞു ഞാന് നിങ്ങളെക്കാളൊക്കെ അള്ളാഹിനെ പേടി എനിക്കുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ഒരിക്കലും നബി തങ്ങൾ ഒരു പൗരോഹിത്യത്തിന് കൂട്ടുനിന്നിട്ടില്ല, സ്വയം തങ്ങളായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നൊക്കെ അങ്ങനെയാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ എത്ര തങ്ങന്മാരാണ്, എത്ര തട്ടിപ്പന്മാരാണ്, എല്ലാം കാശിന്റെ തങ്ങന്മാരാണ്. പല ജാതി തങ്ങന്മാരും മൊയിലിയന്മാരും ഒക്കെ ചൂഷണം. നബി ഒരിക്കലും ചൂഷണം ചെയ്യാന്നിട്ടില്ല, ഒരു രംഗത്തും ചൂഷണം ചെയ്യാന്നില്ല. എത്രയോ അവസരങ്ങൾ നബി കിട്ടിയിട്ടുണ്ട്. നബി തങ്ങൾ തിരുത്തും. ഗ്രഹണം ബാധിച്ചപ്പോ നിങ്ങൾക്കറിയാം, ഗ്രഹണം ബാധിച്ചപ്പോ നബിന്റെ കുട്ടി മരിച്ചിട്ട് ആ ഗ്രഹണം ഉണ്ടായതെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആ വിശ്വാസത്തെ നബി ചൂഷണം ചെയ്യല്ല, തിരുത്തി കൊടുത്തു. ഇത് പടച്ചോന്റെ ദൃഷ്ടാന്താണ്. ഒരാള് മരിച്ചാലും ജനിച്ചാലും ഉണ്ടാകണതല്ല, അപ്പൊ തന്നെ തിരുത്തി കൊടുക്കാൻ. അപ്പൊ ഇതുപോലെ തിരുത്തി കൊടുക്ക. ഇന്നീല അക്ഷാക്കുല്ലില്ല വത്തഖാക്കും, ഞാൻ ഏറ്റവും മുത്തഖിയാണ്, ഞാൻ ഏറ്റവും നന്നായി ഭയഭക്തിയുള്ള ആളാണ്, ഞാൻ നോൽക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്താൽ, എതിര് പ്രവർത്തിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ പ്രവാചകന്റെ സുന്നത്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അത് ഉൾക്കൊള്ളാന്നുള്ള. അത് ചിലപ്പോ സിമ്പിൾ കാര്യക്കാരി, വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, നല്ല പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പക്ഷെ പല ആളുകളും വലത്തെ കൈയിൽ ചായയും ഇടത്തെ കൈയിൽ കടി, എന്നിങ്ങനെ ഏത്തട്ട് തിന്നലാണ്. ഭക്ഷണം കഴിക്കുക, വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, നിര്യാണിക്ക് മേലെ വസ്ത്രം പൊന്തിച്ചെടുക്കുക, നിസ്സാരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ജീവിതത്തിൽ സൂക്ഷ്മയോടുകൂടി പകർത്താനാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഇത്തിബാഅാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മയും ഇഷ്ടപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാനിയരെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജിബില്ലിയായ അല്ലെങ്കിൽ പ്രകൃതിപരമായ ആദിയായ എന്നൊക്കെ പറയുന്ന ഒരു സുന്നത്ത് പലരും തെറ്റിദ്ധരിച്ചു. നബിന്റെ കാലത്ത് ഒരു ചെറിയ ഉദാഹരണം പറയാം. നബിന്റെ കാലത്ത് നിബിതങ്ങൾ എടുത്തിരുന്നത് ഒരു തുണി മുണ്ടുമായിരുന്നു. അത് നബിന്റെ നാട്ടിലുള്ള വസ്ത്രമാണ്. അപ്പൊ അത് ധരിക്കൽ സുന്നത്താണോ? നബി ധരിച്ചിരുന്ന വേഷം ധരിക്കൽ അത് സുന്നത്തല്ല. അത് നബിയുടെ ഒരു പ്രത്യേകതയാണ്. നബിന്റെ കാലത്ത് എല്ലാവർക്കും താടി ഉണ്ടായിരുന്നു, തലേക്കെട്ടുണ്ടായിരുന്നു. ഒരു വേഗം മനസ്സിലാവാൻ വേണ്ടി പറയാം. അബൂജഹലിനുണ്ടായിരുന്നു വലിയ തലേക്കെട്ടും താടിക്ക. മറ്റേ മോയൻകുട്ടി വൈദ്യര് പാടുണ്ട്, പുറപ്പെട്ട അബുജാഹിലുടൻ കിബ്ർ പൊങ്കി എളിന്ത് ലിബാസ് ചമയന്ത്. അതിൽ കാണാം അദ്ദേഹത്തിന്റെ താടി തലേക്കെട്ടൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ചര്യകള്, പിന്നെ അതുപോലെ ചിലപ്പം മനസ്സിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഉടുമ്പ്, നബിന്റെ അടുത്ത് ഉടുമ്പിനെ കൊണ്ടുവന്നു. നബി പറഞ്ഞു മക്കാര് ഉടുമ്പിനെ തിന്നലില്ല, അല്ല പൊരിച്ച ഉടുമ്പാണ്. അപ്പൊ ഖാലിദ് ബിൻ വലീദ് അത് വാങ്ങിയിട്ട് മൂപ്പര് ഫുള്ളാണ് തിന്നു. നബി ഒന്നും മിണ്ടിയില്ല. അത് നബി എന്തുകൊണ്ട് ഉടുമ്പിനെ തിന്നില്ല? അത് നബി ഞങ്ങൾ മക്കത്ത് ഇത് തിന്ന് ശീലല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഒരു അറപ്പ് പോലെ തോന്നുള്ളൂ, അതുകൊണ്ട് തിന്നൂല. അറപ്പില്ലാത്തവർക്ക് തിന്ന. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ ഇപ്പൊ തലേക്കെട്ടും താടി അതാണല്ലോ ഒരു വിഷയം. ചില ആളുകൾക്ക് തലേക്കെട്ടിന് വലിയ പ്രാധാന്യം, ഒരു പ്രാധാന്യമില്ല, ഒരു കൂലിയും കിട്ടൂല. 15ഓളം ഹദീസുകളുണ്ട്, കിതാബിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ ഉൾപ്പെടെ കാണാം 12 ഹദീസ് കൊടുത്തിട്ടുണ്ട്. തലേ കെട്ടിയവർക്ക് അള്ളാഹുവിന്റെ മലക്കുകളിലെ എന്താ പറയാ ദുആ ഉണ്ടാവും, പൊറുക്കലിനെ തേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തലേകെട്ട് അത് നല്ല ഒരു വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. മുസ്ലിങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത്, മുസ്ലിങ്ങളൊക്കെ കേരളത്തൊഴികെ ബാക്കി എല്ലാ രാജ്യത്തും നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തൊപ്പിട്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അതൊരു കൂലി കിട്ടുമെന്ന് വിചാരിക്കാൻ പാടില്ല, തലേകെട്ടിനാണ് കൂലി എന്ന് വിചാരിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനത്തെ സുന്നത്തുകൾ നബിക്ക് തലേകെട്ട് കെട്ടിയിട്ടില്ലേ? നബി തലേകെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ തലേകെട്ടിയ കൂലി കിട്ടൂല. കാരണം നബി തങ്ങൾ അങ്ങനെ ചെയ്ത കാര്യം നബി തങ്ങൾ നമ്മോട് പ്രത്യേകം പറയുമ്പോഴേ അതിന് കൂലി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പ്രത്യേക ഒരു തലയെക്കെട്ടും പ്രത്യേക ഒരു വസ്ത്രം പോലും ധരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇമാമുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം നബിതങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരുമ്പോ നബിതങ്ങളെ കണ്ടാൽ അറിയില്ല. ഒരു പ്രത്യേക വേഷം കെട്ടിയൊരു മൊയ്ലിയരായിട്ട് ഇങ്ങനെ ഇരിക്കലല്ല നബി. ആള് വരുന്ന ആളുകൾ ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളെ കൂട്ടത്തിൽ ആരാ മുഹമ്മദ്? ഹിജ്റക്ക് പോലും നബിയും അബൂബക്കർ ഹിജ്റ പോകുമ്പോ അവിടെ എത്തിയപ്പോ അറിഞ്ഞിട്ടില്ല. പല ആൾക്കാരും വിചാരിച്ച് അബൂബക്കർ നബിയാന്ന് വിചാരിച്ച് അബൂബക്കർ വരെ ബഹുമാനിച്ച ചരിത്രമുണ്ട്. പിന്നെ അബൂബക്കർ നബിനെ നബിയെന്ന് വിളിക്കുമ്പോഴാണ് ഇതാണ് നബി എന്ന് മനസ്സിലാണത്. അപ്പൊ ഇവർക്കൊരു പ്രത്യേക, നമുക്കൊക്കെ തങ്ങന്മാർക്ക് ഒരു ടെക്സ്റ്റൈൽസ് പോണ മാതിരിയെ പോകാം. ഒരുപാട് തുണിയാണ്, കുപ്പായും മുണ്ടും കജിലും കാലുമ്മയും തലയിലും ഒക്കെ കൂടി തുണിയുടെ എണ്ണത്തിനനുസരിച്ച് ആൾക്കാരെ വക്കാറും പവറൊന്നും കൂടൂല. അതൊക്കെ വേണമെങ്കിൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, ആക്ഷേപിക്കും വേണ്ട. പക്ഷേ താടി അതുപോലെയല്ല. അവിടെയാണ് പ്രശ്നം. താടിയെ സംബന്ധിച്ചിടത്തോളം 52-ലധികം ഹദീസുകളില് നിങ്ങൾ താടി വളർത്തണം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബിക്കും താടി ഉണ്ടായിരുന്നു. താടി നമ്മൾ വളർത്തിയാൽ അതൊരു സുന്നത്ത് കിട്ടും, കൂലി കിട്ടും, വെറുതെ കിട്ടുന്ന കൂലിയാണ്. ആലോചിക്കുക. മാത്രല്ല കാശ് ലാഭമാണ്, വെറുതെ കിട്ടുന്ന കൂലിയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് താടി വടിക്കുക എന്നത് ഹറാമാണെന്നാ പറഞ്ഞത്, നിഷിദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പണ്ഡിതന്മാരുടെ ഒക്കെ വാക്കെടുത്ത് നോക്കുന്നു. നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല, അത് പടച്ചോനെ വെല്ലുവിളിക്കലാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. മീശ വെട്ടിച്ചെറുതാക്കണം. മീശയെ വെട്ടിച്ചെറുതാക്കുക, താടിയെ വിടുക. 52ഓളം സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ തലയെക്കെട്ട് പോലെയല്ല താടി. നബിക്ക് താടി ഉണ്ടായിട്ടുണ്ട്, തലയെക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രണ്ടും സുന്നത്താണോ? അല്ല. താടി വളർത്തിയാൽ കൂലി കിട്ടും. പിന്നെ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലൊക്കെ താടി വെക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം, വണ്ടിക്ക് ലൈസൻസ് എടുക്കണ പോലെ. അതുകൊണ്ട് അവർ പണ്ഡിതന്മാരൊക്കെ പറയും താടി വടിക്കാതിരുന്നാലെങ്കിലും സുന്നത്ത് കിട്ടുന്നതാണ്. അവിടുത്തെ പല ശൈഖന്മാരും നീട്ടി താടി വളർത്തൂല. അവിടുത്തെ ശൈഖന്മാരിങ്ങനെ താടി കുറ്റിയാക്കിയിട്ടാ വളർത്തുക. വിഷയം വെച്ചിട്ട് അവർക്ക് അത്രേ പറ്റുള്ളൂ, ഒരു ലൈസൻസ് ഒക്കെ എടുക്കണം. അപ്പോ അവരുടെ തീരുമാനപ്രകാരം ഈജിപ്തിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്, താടി വടിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് കിട്ടുന്നതാണ്. അതല്ലാതെ മുസ്ലിം പണ്ഡിതന്മാരൊരാളും താടി വടിക്കുന്നതിനെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇതെന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല, മനസ്സിലാക്കില്ല, നമുക്കതിനെ പറ്റി അറിയില്ല, അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അതിന്റെ ഗൗരവം അറിയില്ല. അപ്പൊ നമ്മളൊക്കെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുമ്പോ വെറുതെ കിട്ടുന്ന സുന്നത്ത് വരെ നമുക്കുണ്ട് എന്നാണ്. കാരക്ക തിന്നല്, ഒട്ടകത്തിന്റെ പുറത്ത് യാത്രയിൽ സുന്നത്താണ്, നബി കയറിയാറുണ്ട്? ഇല്ല, ആവശ്യമില്ല, അതിനെപ്പറ്റി നബി പറഞ്ഞിട്ടില്ല. ഈത്തപ്പഴം തിന്നെ, നബി ഈത്തപ്പഴം തിന്നിരുന്നു. അപ്പൊ ഈത്തപ്പഴം തിന്നലുണ്ടോ? ഇല്ല. എന്നാ നോമ്പുറക്കുമ്പോ ഈത്തപ്പഴം തിന്നാൽ കൂലിയുണ്ട്. നോമ്പുറക്കൽ ഈത്തപ്പഴം കൊണ്ടാണ് നബി പറഞ്ഞതാണ്. അപ്പൊ നോമ്പുറക്കുമ്പോ ഈത്തപ്പഴം ഉപയോഗിക്കാം. സുന്നത്തുകൾ കൃത്യമായി ചിലത് സന്ദർഭയിക്കാരം. ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ തന്നെ പലരും അറിയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കാണ്. ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോ നബി എന്തിനാ തിരിയാൻ പറഞ്ഞത്? എല്ലാരും കേൾക്കണം. ആ പറഞ്ഞതെങ്കിലും എല്ലാരും കേൾക്കണം. ഇപ്പൊ മുക്കറി കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുള്ള അവസ്ഥ എന്തേക്കാരം? ആ പറഞ്ഞത് ആരും കേൾക്കൂല, മൈക്കന്റെ മുന്ന്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു അത് മൈക്കന്റെ മുന്ന് ബാങ്ക് കൊടുക്കുമ്പോ വേണ്ട, തിരിയേണ്ട ആവശ്യമില്ല. അപ്പൊ ചില ലക്ഷ്യങ്ങളേക്കാണ്. മലമൂത്ര വിസർജന ചെയ്യുമ്പോ നിങ്ങൾ കേക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞോളി എന്നാണ് നബി പറഞ്ഞത്. ഹദീസിൽ അങ്ങനെയാണ്. അത് എവിടുന്നാണ് കേക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയേണ്ടത്? പിന്നെ മദീനത്തുനിന്നാണ്. ഇവിടെ ആകുമ്പോഴോ നമ്മൾ കേക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയാൻ പാടില്ല, തെക്കോട്ടോ വടക്കോട്ടോ തിരിയണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കണം. ഞാൻ പറഞ്ഞത് ഇതിനൊരു താല്പര്യം, ഈ സുന്നത്തിനോടൊരു താല്പര്യം ഇൻഷാ അല്ലാഹ് സഹാബികൾക്ക് ഉണ്ടാകുന്നത് പോലെ നമുക്കും ഉണ്ടാവണം എന്ന് പറയാനാണ് ഞാൻ വിഷയം സൂചിപ്പിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ ഇന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് നമ്മുടെ പള്ളി നമ്മൾ കൊടുക്കുന്ന സംഭാവനയോട് നടന്നു പോകുന്നതാണ്. എല്ലാവരും അത് സഹകരിക്കുക. രണ്ടാമത്തെ കാര്യം, പിന്നെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഉളുഹിയ്യത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ താടി മുടിയൊന്നും നേരാക്കാൻ പാടില്ല എന്നൊരു കാര്യമായ സുന്നത്തുണ്ട്. താടി മുടിയൊന്നും നേരാക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. അപ്പൊ ദുൽഹജ്ജ് 1-ന്റെ മുമ്പ് 2 ദിവസം കഴിഞ്ഞ് ആയല്ലോ. അപ്പോ അതൊക്കെ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കുക. പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇതിന് അർത്ഥം കഴിഞ്ഞിട്ടേ നമുക്കത് പാടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, ഖുർആൻ സുന്നത്തൊക്കെ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന്റെ ശേഷം പിന്നെ ഇശാ വരെ ഒരു ക്ലാസ് നമ്മുടെ പള്ളിയിൽ വെച്ച് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ ആളുകൾ ക്ലാസ് എടുക്കും. അത് സ്ഥിരമായി പഠിക്കും.
പഠിക്കാൻ തുടർന്നു പോകാൻ കൂടുതൽ ആൾക്കല്ല ഉദ്ദേശിക്കുന്നത്, കൃത്യമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ വരാം, അതിൽ പങ്കെടുക്കാം. അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അടുത്ത ബുധനാഴ്ചയാണെന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ആ കാര്യവും നിങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് ഖാദിൽ ഹാജാത്ത്. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.